السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين برضا الله أما بعد. ആദരണീയരായ ഉസ്താദന്മാരെ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMIC-യുടെ സമ്പത്തായ റേഡിയോ ശ്രോതാക്കൾ, അൽഹംദുലില്ലാ നമ്മുടെ ആത്മീയ സദസ്സ് സമാപിച്ചു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനി വിജ്ഞാനപരമായ സദസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിന്നെ മുമ്പ് കരീം ഉസ്താദും മറ്റുള്ളവരൊക്കെ അറിയിച്ചതുപോലെ നമ്മുടെ KMIC-യുടെ മീലാദ് ഫെസ്റ്റ് 2015 ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണി മുതൽ ആരംഭിക്കുകയാണ്. ഇന്നും നാളെയുമായിട്ടാണ് പരിപാടി നടക്കുന്നത്. പേര് രജിസ്റ്റർ ചെയ്തവരൊക്കെയും അവരവരുടെ വിദ്യാർത്ഥികളെ വയസ്സിന് പ്രായപരിധി നിശ്ചയിച്ചതൊക്കെയും മുമ്പ് പ്രിയപ്പെട്ട അഡ്മിനിമാരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യാതൊരു കാരണവശാലും ചെറിയ പെൺകുട്ടികൾ ആരും തന്നെ മൈക്കെടുത്ത് അങ്ങനെയൊക്കെ ചിലർ അഭിപ്രായം ചോദിച്ചിരുന്നു, ചെറിയ പെൺകുട്ടികൾക്ക് പാടിക്കൂടെ എന്നൊക്കെയും. അത് ഒരു കാരണവശാലും പെൺകുട്ടികളോടുള്ള വെറുപ്പല്ല. സംഗതി ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് പെൺകുട്ടികളോടാണ്. കാരണം റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ കാണാം, നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന്, അങ്ങനെ ഒരു മസാല എന്താ അവിടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസിൽ നോക്കിയാൽ കാണാം, ഒന്നുമില്ലെങ്കിൽ ഒരു കല്ലെങ്കിലും കയ്യിൽ പിടിക്കണമെന്ന്. നോക്കി നിങ്ങള് ആ ഒരു സുന്നത്തിന്റെ ആ ഒരു ഗൗരവത്തല. ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഒന്നുമില്ല, ആ വീട്ടിലേക്ക് കൊടുക്കാൻ ഒന്നുമില്ല എന്ന് വെക്കുക. അപ്പോ ഇനിയിപ്പോ വീട്ടിലേക്കൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവന് ശ്രദ്ധിക്കുന്നത് നല്ലതുമാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു കല്ല് കയ്യിൽ പിടിക്കുക. അപ്പൊ ആ വീട്ടുകാർ ചോദിക്കല്ലോ എന്താ കയ്യില്, അത് കല്ലാണെന്ന് പറഞ്ഞിട്ട് അത് വലിച്ചെറിയാം. നോക്കി, അപ്പോഴും കയ്യും വീശി വീട്ടിലേക്ക് വരരുത്. അത് നിക്കും ബാധകാണ്, വീട്ടിലേക്ക് വരുന്നവർക്കൊക്കെ അത് ബാധകാണ്. ഏതോ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ വേറൊരു ഇഷ്കാല് വരും. അപ്പം മരിച്ചോത്തേക്ക് വരുമ്പോ നമ്മള് ചീരിഞ്ഞേച്ച് വരിക വേണ്ടതാണ്. അതൊക്കെ വേറെ ഇഷ്കാൽ അടക്കാൻ നിൽക്കട്ടെ. അപ്പൊ റസൂലുള്ളാഹിന്റെ ഹദീസ് കാണാൻ, ഒരു വീട്ടിലേക്ക് നമ്മുടെ അങ്ങാടിന്ന് വരുമ്പോ നമ്മൾ ചിലപ്പം മിഠായിയോ ബിസ്ക്കറ്റോ പല സാധനവുമായി നമ്മൾ വീട്ടിലേക്ക് വരുമ്പോ, അങ്ങനെയല്ല, കൈപ്പുറത്തേക്ക് വരുമ്പോ കല്ല് മതിയോന്നല്ല, ഒന്നും വാങ്ങാൻ കഴിവില്ലെങ്കിൽ ഒരു കല്ലെങ്കിലും കയ്യിൽ പിടിക്കണമെന്ന്. ഇത്ര തിരിയാത്തവരായോ വായക്കാത്തേര്? വായക്കാത്തേർക്ക് ഇത്ര തിരിയാതായോ? കല്ലേറ്റ് വേണമെന്നല്ല, ഒന്നും വാങ്ങാൻ കഴിവില്ലെങ്കിൽ ഒരു കല്ലെങ്കിലും കയ്യിൽ പിടിക്കണമെന്ന്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു തആല നമുക്ക് ബുദ്ധി പ്രദാനം ചെയ്യട്ടെ. അപ്പോ വീട്ടിലേക്ക് നമ്മള് മുട്ടായിയുമായി വരുമ്പോ, ഞാൻ പെൺകുട്ടികളുടെ ഒരു സ്ഥാനാണ് പറയുന്നത്. എന്ത് വരുമ്പോ ആ മിഠായി ഓഹരി വെക്കുമ്പോ ആദ്യം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ ഓഹരി വെക്കുമ്പോ നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണത്. വീട്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് പെൺകുട്ടികൾക്കാണ്. അതിൽ പെൺകുട്ടികളുടെ ഖൽബ് എപ്പോഴും സന്തോഷിപ്പിക്കണം. അതിന് വലിയ സ്ഥാനമുണ്ട്. നമുക്ക് ആൺകുട്ടികളും വേണം, പെൺകുട്ടികളും വേണം. പക്ഷെ പെൺകുട്ടികളുടെ ഖൽബ് എപ്പോഴും നമ്മൾ സന്തോഷിപ്പിക്കണം. അതുകൊണ്ട് രക്ഷിതാക്കന്മാര് ചിലപ്പോ നമുക്ക് 4 വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ട്, 2 വയസ്സായ ഒരു ആൺകുട്ടി ഉണ്ട് എന്ന് വെക്കുക. നമ്മൾ ചെറിയ മക്കള് എന്ന നിലയ്ക്ക് ആൺകുട്ടിയുടെ കയ്യിലാണ് ആദ്യം മിഠായി കൊടുക്കുക, അല്ലെ? നമ്മൾ ചെറിയ കുട്ടി ആൺകുട്ടിയാണ് എന്ന നിലക്ക് ഓന്റെ കയ്യിലാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുക, അല്ലെ? എന്നാൽ നേരെ മറിച്ച് അത് പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കണം എന്നാണ് അതിന്റെ ഒരു ഇസ്ലാമിക വീക്ഷണം. അവരെ സന്തോഷിപ്പിക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, പെൺകുട്ടികൾക്ക് വളരെയധികം സ്ഥാനമുണ്ട്. പക്ഷേ ഭാവിയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പണിയെ ചെറുപ്പത്തിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ.
ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു 2 വയസ്സ് അല്ലെങ്കിൽ ഒരു 3 വയസ്സായ പെൺകുട്ടികള് ഒരു പാട്ട് ബാധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഹറാമ് എന്നൊന്നും ഇപ്പൊ പറയാൻ വയ്യ. പക്ഷെ അവർക്ക് വലുതായാൽ ഒരു ഉപകാരമില്ലല്ലോ. വലുതായാൽ അവർ പാട്ട് പാടേണ്ടവരോ പ്രസംഗിക്കേണ്ടവരോ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികൾ അത്തരം കാര്യങ്ങൾ ശീലിപ്പിക്കാനും പറ്റൂല. അപ്പൊ നമ്മളെ മീലാദ് ഫെസ്റ്റ് ഇങ്ങനെ തീയതിയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പോ പലവർക്കും ഒരു സംശയം, ചെറിയ പെൺകുട്ടികളെ കൊണ്ടൊക്കെ ബാധിപ്പിച്ചൂലേ? കാരണം ഈ ഗൾഫ് മേഖലയിൽ ഫാമിലി ആയി താമസിക്കുന്ന ഒരുപാട് KMICയുടെ കുടുംബമിത്രാദികളുണ്ട്, ചെറിയ ചെറിയ പെൺകുട്ടികളുണ്ടാവും. അപ്പൊ അവരെ കൊണ്ടൊക്കെ ഒരു പാട്ട് വാദിപ്പിക്കുന്നതിന് എന്താ കുഴപ്പം? അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ. ഈ ചെറിയ ആൺകുട്ടികൾക്ക് നമ്മൾ സ്വർണത്തിന്റെ ആഭരണം വിട്ടുകൊടുക്കും, അത് നല്ലതല്ല, ഹറാമാണ്. മുമയ്യിസാകുന്നതിനു മുമ്പ് അത് ഹറാമാണെന്നൊന്നും വിധിയില്ലെങ്കിലും ഇപ്പൊ നമ്മൾ ചെറിയ ഈ മാർക്ക കല്യാണങ്ങളൊക്കെ കഴിക്കുമ്പോ ഇല്ലേ, ചെറിയ കുട്ടികൾക്ക് സ്വർണത്തിന്റെ മോതിരം നമ്മൾ ഇട്ടുകൊടുക്കും അല്ലേ? അത് നമ്മളിപ്പോ അത് ഹറാമോ ഹലാലോ നോക്കിയിട്ടല്ലോ സന്തോഷാണ്. പക്ഷെ വലുപ്പത്തിൽ അവർക്ക് പാടില്ലാത്ത കാര്യം, വലുപ്പത്തിൽ അവർക്ക് അനുവദനീയമല്ലാത്ത കാര്യം ചെറുപ്പത്തിലും അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതിരിക്കലാണ് മുമയ്യിസാവുന്ന പ്രായം വരെ. മുമയ്യിസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 വയസ്സ്. 7 വയസ്സായാൽ പിന്നെ അതൊന്നും പാടില്ല. വലിയവർക്ക് നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എന്തു വേണം? മുമയ്യിസായ കുട്ടിയെ കൊണ്ട് പാടില്ലാത്ത കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. ചെയ്യിപ്പിക്കൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ ഏതായിരുന്നാലും പേര് രജിസ്റ്റർ ചെയ്ത ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും. അവരൊക്കെ കൃത്യസമയത്ത് തന്നെ ക്ലാസ് റൂമിലെത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ കുറെ പാട്ട് കേൾക്കാത്തത് കൊണ്ടല്ല ഇപ്പത് അല്ലേ? നമ്മളിപ്പോ KMICയിൽ ഒരു മീലാദ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് നമ്മൾ ഇഷ്ടം പോലെ പാട്ടും ബൈറ്റൊക്കെയും കേട്ടതാ. നമ്മൾ ഒരു KMICയുടെ കുടുംബം എന്ന നിലക്ക് ഹബീബിനോടുള്ള ഒരു മഹബത്തിന്റെ അവിടുത്തെ ഇഷ്കിന്റെ ഭാഗമായി നമ്മുടെ ക്ലാസ് റൂമിന്റെ അഡ്മിനിമാർ തീരുമാനിച്ച ഒരു വിഷയമാണ് ഒരു മീലാദ് ഫെസ്റ്റ്. അപ്പോ എല്ലാവരും അതിൽ പങ്കെടുത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റൂമിന്റെ ഇസ്സത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോ എല്ലാവരും സജീവമാവണം. ഞാനൊരു വ്യക്തിപരമായി ഇനി സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. 11 മണി വരെയാണ് എന്റെ സമയം. അടുത്ത ഇന്ന് ശനിയാഴ്ച, പിന്നെ 11 മണിക്ക് ഏതാണ് ക്ലാസ് എന്ന് അറിയില്ല. ഏതായിരുന്നാലും 1-2 കാര്യങ്ങൾ ഉണർത്തുകയാണ്. സാധുവായ ഞാനടക്കം എനിക്ക് ഇപ്പോ ഒരാഴ്ചയായി എന്റെ ഉമ്മയുടെ മരണവും അതിന്റെ മുമ്പത്തെ 2-3-4 ദിവസം ഉമ്മയുടെ രോഗങ്ങൾ അധികരിച്ച കാരണത്താലും കുറച്ചു ദിവസം KMICയിൽ സജീവമാവാൻ സാധിച്ചിട്ടില്ല. പൊതുവിൽ എന്റെ അഭിപ്രായം പറയുകയാണ്, ഈ ഓൺലൈൻ രംഗത്ത് എന്തോ ഒരു മന്ദഗതി അനുഭവപ്പെട്ടതുപോലെ. കാരണം മുമ്പൊക്കെയും ഒരുപാട് ഐഡിയകൾ സ്ഥിരം കണ്ടിരുന്ന ഒരുപാട് ഐഡിയകൾ ഇപ്പോൾ കാണാനില്ല. പലവരും ഫോൺ വഴിക്കൊക്കെ ബന്ധപ്പെടുമ്പോ നെറ്റ് തകരാറ്, പലവരും അതുപോലെ തന്നെ ജോലി സംബന്ധമായ ചേഞ്ചിങ്, ഇങ്ങനൊക്കെയും പറഞ്ഞ് പലവരും ഒരു അതിനുള്ള പരിഹാര മാർഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒരു മന്ദഗതി നമ്മുടെ പൊതുവിൽ ഓൺലൈൻ രംഗത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെയും ഇനിയും അറിയൽ നിർബന്ധമായ എത്രയോ കാര്യങ്ങൾ നമ്മളും നമ്മുടെ കുടുംബമിത്രാദികളൊക്കെയും അറിയാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭൗതികമായ ജീവിത തിരക്കിനിടയിൽ മതപരമായ വിഷയങ്ങൾ പഠിക്കാനുള്ള സമയം കണ്ടെത്താതിരുന്നാൽ അതിനാലുള്ള ഭവിഷ്യത്തും അതിനാലുള്ള പ്രയാസങ്ങളൊക്കെയും ഞാൻ പല പ്രാവശ്യം മനസ്സിലാക്കിയതാണ്. അല്ലാഹു തആല നമ്മുടെ ഭൗതികമായ ജീവിത തിരക്കിനിടയിൽ മതപരമായ കാര്യങ്ങൾക്കുള്ള ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രത്യേകമായ തൗഫീഖും അതിനുള്ള അവസരവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാനൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ദീനിയായ വിവരക്കുറവ് പലപ്പോഴും നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കല്ലേ. ഞാനിപ്പോ ഒരു ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരൊക്കെയും വീടുകളിൽ വരുമ്പോ അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോ സാധാരണക്കാരും മനസ്സിലാക്കി വെച്ച പല അപാകതകളും ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ തയമ്മുമുമായി ബന്ധപ്പെട്ട മസ്അലയായിരുന്നു
രാവിലെ മൗലിദിന് ശേഷമുള്ള ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതൊക്കെ ഒരുപാട് ആളുകൾക്ക് നമ്മളൊരു ഇപ്പോ 1-2-3-4 ദിവസം മുന്നേ ഉമ്മ മരിക്കുന്നതിന്റെ 1-2 ദിവസം മുന്നെയാണ് ഞാൻ ആ ക്ലാസ്സിൽ ആ മസ്അല പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 7ഓളം ആളുകൾ വിളിച്ചു, അങ്ങനെയാണെങ്കിൽ ഉസ്താദെ ഞങ്ങൾ തയമ്മം ചെയ്ത് നിസ്കരിച്ചത് ബാത്തിലായി. ഞാനിന്റെ ഒരു സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഈ KMICക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പറയുകയാണ്. 7 ആളുകൾ തെറ്റു തിരുത്താൻ ആ ഒരു മസ്അല കാരണമായി എന്നുള്ളതാണ്. അതായത് തയമ്മും ചെയ്യുന്ന സമയത്ത് നിയ്യത്തിന്റെ കാര്യം ഒന്ന് ഉണർത്തുകയുണ്ടായി ഞാൻ. അതായത് തയമ്മും ചെയ്യുമ്പോൾ പലവരും വിവരമില്ലാത്ത സാധാരണക്കാര് ഒളു എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് കരുതും പോലെ തയമ്മം ചെയ്യുമ്പോ തയമ്മും എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് കരുതുന്നവരുണ്ട്. 7 ആളുകൾ ആ ഒരു ക്ലാസ് കേട്ട് സാധുവായി എനിക്ക് വിളിച്ചു, ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ തയമ്മം ചെയ്ത് കുറച്ചു ദിവസം നിസ്കരിച്ചിട്ടുണ്ട്, കയ്യും ഒരു മുറിയായ കാരണം അപ്പൊ ആ നിസ്കാരം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ മസ്അല എന്താ? മടക്കി നിസ്കരിക്കണമെന്നേന്. ഒരു നിസ്കാരം നിസ്കരിച്ചത് ബാത്തിലാണ്, അത് സ്വഹീഹല്ല എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ അതിന്റെ മസ്അല അവരെ ആ നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധാണ്. പിന്നെ നമ്മൾ പറയാതെ വിവരമില്ലാതെ ചെയ്തു പോയതാണ്. വിവരമില്ലാത്തവരല്ലല്ലോ നമ്മള്. അതിന്റെയൊക്കെ മസ്അലകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ട് നമ്മൾ പഠിക്കാതിരുന്നതാണ്. അല്ലാതെ പഠിക്കാൻ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ നമുക്ക് മസ്അല അറിയാതെ പോയതല്ല. പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ട് പഠിക്കാതെ പോയതാണ്. ഞാനൊന്ന് സൂചിപ്പിക്കുന്നത്, ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും 100 ആളുകളോട് പറയുമ്പോ ആ 100 ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു 5 ആൾക്കെങ്കിലും അത് ഉപകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ. ഞാൻ ആ ക്ലാസ് കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമായി വരുന്ന ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവരുണ്ട്. അപ്പൊ തയമ്മും ചെയ്യുന്ന സമയത്ത് തയമ്മും എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്താലോ ശരിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതിയാലോ ആ നിയ്യത്ത് സഹീഹല്ല. നിസ്കാരത്തെ ഹലാലാക്കലിനെ ഞാൻ കരുതി, അല്ലെങ്കിൽ ശുദ്ധിയിലേക്ക് ത്വഹാറത്തിലേക്ക് നിർബന്ധമായ കാര്യം എന്താവുക കരുതുക. ഇപ്പൊ തവാഫ്, മുസ്ഹഫ് തൊടുക, സുജൂദ് ചെയ്യുക, ഇതൊക്കെ ത്വഹാറത്ത് ശുദ്ധി നിർബന്ധമായ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തതായ വസ്തുക്കളെ കരുതണം. അപ്പൊ നമ്മൾ തയമ്മും എന്ന ഫർളിനെ വീട്ടുന്നു എന്ന് കരുതിയത് കൊണ്ട്, അല്ലെങ്കിൽ ശരിയ ശുദ്ധിയെ ഉയർത്തലിനെ ഞാൻ കരുതി എന്ന് തയമ്മുമിന്റെ നേരത്ത് നിയ്യത്ത് ചെയ്യാൻ പാടുള്ളതല്ല. നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് സഹീഹാകുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെയും സാധാരണക്കാർ ശ്രദ്ധിക്കണം. തയമ്മുമായി ബന്ധപ്പെട്ട ചില്ലറ മസ്അലകൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. അത് പറഞ്ഞതിനു ശേഷം ക്ലാസ് റൂമിലെ ഒരുപാട് ഗൾഫ് ഫാമിലികൾ, ഗൾഫ് സുഹൃത്തുക്കൾ പ്രത്യേകം അറിയിച്ചൊരു വിഷയമാണ് നമ്മുടെ ഉമ്മയുമായി ബന്ധപ്പെട്ട സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട മസ്അല. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് ഇന്നത്തെയും ഇന്ന് അതിലേക്ക് കടക്കാനും നേരമില്ല. നാളെ ഞായറാഴ്ചയും നമ്മുടെ മീലാദ് ഫെസ്റ്റൊക്കെയാണ്. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അടുത്ത ദിവസങ്ങളിലായി അത്തരം ക്ലാസുകളൊക്കെയും നമുക്ക് തുടങ്ങി ഇനിയും ഈ KMICയെ കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ഒരുപാട് ഉപകാരങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓരോ വിഷയത്തിലും അറിവില്ലായ്മ നമുക്ക് വല്ലാതെ പിടികൂടുന്നുണ്ട്. ഞാൻ നേരത്തെ മൗലിദിന്റെ മുന്നേ ഉണർത്തിയതുപോലെ നമ്മളൊക്കെയും ഒരുപാട് മരിച്ച വീടുകളിൽ പോയവരാണ്, അല്ലെങ്കിൽ മരിച്ചവരെ നമ്മൾ സന്ദർശിച്ചവരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് ഇസ്ലാമികമായ ഫിഖിഹിയായ നിയമവശങ്ങൾ, അത്തരം സാഹചര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ സാന്ദർഭികമായി ഒന്ന് പറയട്ടെ. നേരത്തെ ഞാൻ ഉണർത്തിയതുപോലെ ആ സമയത്തില്ലാത്ത ഒരുപാട് റേഡിയോ ശ്രോതാക്കളും ഒരുപാട് ഐഡിയകൾ ഇട്ടുള്ള ക്ലാസ് റൂമിലും ഉള്ളവരുണ്ടായതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി അതിന്റെ 1-2 വിഷയങ്ങൾ എനിക്ക് ഉണർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ തെറ്റായ ധാരണകൾ തിരുത്താൻ വേണ്ടി. ഇപ്പോ പലവരും സാധുവായി എന്നെ കണ്ട് എന്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ എന്റെ ബന്ധത്തിൽപ്പെട്ട പലവരും പറഞ്ഞു 3ന്റെ അന്ന് വരാൻ കൂടിയില്ല.
ഞാൻ അങ്ങനത്തെ ഒരു തെറ്റുധാരണകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തിയേ പറ്റൂ. അതിനാലപ്പോ നമ്മളെ KMIC, നമ്മൾ ഈ KMICക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് ഉപകാരപ്രദമായ നാഫിയായ ഇൽമു പഠിക്കാനാണ്. അള്ളാഹു അത് നമുക്ക് ഉപകരിച്ചു തരുമാറാവട്ടെ. 3ന്റെ അന്ന് വരാൻ കൂടിയില്ല. അപ്പൊ ഞാൻ ചിലരോടൊക്കെ തമാശയിൽ ചോദിച്ചു, അപ്പൊ അതിന്റെ തലേ ദിവസം സൗകര്യം എന്തായിരുന്നു, 3ന്റെ അന്ന് സൗകര്യം കിട്ടിയില്ല. അപ്പൊ നമ്മുടെ വിഭാഗത്തിൽ നമ്മുടെ സാധാരണക്കാരിൽ നല്ലൊരു ശതമാനം ആളുകൾ മനസ്സിലാക്കി വെച്ചത് അത്തരം സന്ദർഭങ്ങളിൽ ആ മരിച്ചേന്റെ 3ാമത്തെ ദിവസമാണ് ആ വീട് സന്ദർശിക്കേണ്ടത്. അതിന് എന്തോ ഒരു പേരുണ്ട്, എന്താ കണ്ണോക്കെന്ന് എന്തോ അങ്ങനെ ഒരു പേരൊക്കെയും ചില സ്ഥലങ്ങളിൽ അതിന് പറയുന്നത് കാണാം, എന്തോ ആവട്ടെ. അപ്പൊ അങ്ങനെ ഒരു ധാരണ ആരുടെയെങ്കിലും കൽബില് ഇപ്പൊ ഈ KMICയുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നാ ഞാൻ പറയുന്നത്. അത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് ചില ഇൽമു പറയുമ്പോ അത് കൂടുതൽ ഉപകരിക്കും എന്ന നിലക്കാണ് ഞാൻ ഈ വിഷയത്തിലേക്കൊന്ന് കടന്നു വന്നത്. മുസ്തഫ ആലൂര് പറയുന്ന ആലൂര് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, മരിച്ചിട്ട് 3ന്റെ അന്നാണ് ചെല്ലേണ്ടത് എന്ന്. അല്ല, തിരുത്തണം. ആ ധാരണ പൂർണ്ണമായും തിരുത്തണം. 3ന്റെ അന്ന് ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ബലപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. മരിച്ചേതം മുതൽ 3 ദിവസം, ഈ 3 ദിവസത്തിന്റെ ഉള്ളിൽ എപ്പോ പോയിട്ടാണെങ്കിലും ആ വീട്ടുകാരെ ഒന്ന് സമാധാനപ്പെടുത്തുക. അതുപോലെ തന്നെ ആ വീട്ടിൽ നിന്നും മരിച്ചുപോയവർക്ക് വേണ്ടി ആ മയ്യത്തിന് വേണ്ടി ഒരു പാപമോചനം മഗ്ഫിറത്ത് കൊണ്ട് ദുആ ചെയ്യുക. ഇതൊരു സുന്നത്താണ്. അതൊരു മരിച്ചാൽ മാത്രമുള്ള സുന്നത്തല്ലത്. ഒരു മുസൽമാന് എന്ത് അപകടം പറ്റിയാലും അത് സുന്നത്താ. ഒരാൾക്കൊരു പ്രയാസം എത്തിയാൽ നോക്കി, മൻഹജ് പോലോത്ത ഫിഖ് അല്ല ബുജൈരിമി പോലോത്ത, ഞാൻ ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാർ കൂടി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഒരു മരിച്ചേടത്ത് മാത്രം പോകുക എന്നുള്ളതല്ല അതിന്റെ മസ്അല. അതായത് ഒരു മുസൽമാന്റെ ഒരു വളർത്തു പൂച്ച നഷ്ടപ്പെട്ടു, അല്ലെ? നമ്മുടെ വീട്ടിൽ ഒരു വളർത്തു പൂച്ചയുണ്ട് നോക്കുക. ആ വളർത്തു പൂച്ച ചത്തു, അല്ലെങ്കിൽ അത് കാണാതായി. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ടാവും. എന്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന ഒരു പൂച്ചയെ എനിക്ക് നഷ്ടപ്പെടുമ്പോ, അല്ലെങ്കിൽ ആ പൂച്ച ചാകുകയോ ആ പൂച്ചയെ കാണാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു ചെറിയ വിഷമം എനിക്കുണ്ടാവുമല്ലോ, അല്ലേ? എന്റെ വളർത്തു പൂച്ച നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ബുജൈരിമി പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം, വലൗഹിറത്തൻ, അതൊരു പൂച്ചയാണെങ്കിലും ശരി. അപ്പൊ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഒരു പൂച്ച, വളർത്തു പൂച്ച ചത്തുപോയതിന്റെ പേരിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു വിഷമം സഹിക്കുന്നവനാണ് നോക്കുക. അവനെയും പോയി ഒന്ന് സമാധാനപ്പെടുത്തല്, ഒന്ന് സാന്ത്വനപ്പെടുത്തല്. അത് പൂച്ച അതിൻ്റെതായ അവധി എത്തിയപ്പോ ചത്തുപോയി, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ ഒന്ന് സമാധാനപ്പെടുത്തൽ സുന്നത്താൽ. പക്ഷെ ഈ ഒരു സുന്നത്ത് ഇന്ന് നമ്മുടെ നാടുകളിൽ ഒരു ആചാരമായി അല്ലെങ്കിൽ ഒരു മാമൂലായി മാറുകയാണ്. അത് ആ 3ാമത്തെ ദിവസം കണക്കാക്കി അത് സുന്നത്തില്ലാത്ത ഒരു ആണും പെണ്ണും മെതകലർന്ന്, അല്ലേ, ഒന്നായിട്ട് ചിലപ്പം എവിടെന്താ മസ്അല, ഒരു അന്യ സ്ത്രീയാണ്, ഒരാൾ മരിച്ചു, ആ മരിച്ച വ്യക്തിയുടെ ഭാര്യ ഒരു സ്ത്രീ, ആ വിഷമം സഹിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെ അന്യപുരുഷന്മാര് തഅസിയത്ത് നടത്തൽ തനിച്ച ഹറാമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാടുകളുടെ അവസ്ഥ അതല്ല. എല്ലാരും പാടെ ഇത് വരിക, ജീപ്പും വിളിച്ചിട്ട് ആണും പെണ്ണും എല്ലാരും പാടെ, എന്നിട്ട് അവരെ ഹറാമുണ്ടോ ഹലാലുണ്ടോ എല്ലാം. ഞാനിപ്പോ എന്റെ വീട് അതിൽ നിന്ന് ശുദ്ധമാണ് മുക്തമാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു അവസ്ഥ, കാരണം നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, ഇത്തരം മഹത്തായ സുന്നത്തുകൾ ഒരുപാട് ഹറാമിലേക്ക് കൂട്ടിക്കളയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് കാണുമ്പോ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ, എനിക്കിപ്പോ അതൊരു സുന്നത്തില്ല, അതൊരു അന്യപെണ്ണാണോ, ആ അന്യപെണ്ണിന്റെ ഒന്ന് സന്ദർശിക്കൽ എനിക്കത് സുന്നത്തില്ല. ഞാൻ അവളുടെ മൂത്തച്ഛനായിരിക്കാം, ഞാൻ അവളുടെ ഇളയച്ചനായിരിക്കാം, പക്ഷെ അവൾ എന്തോ വിചാരിക്കട്ടെ, അവൾക്കത് എനിക്കത് ഹറാമാണ് ആ പെണ്ണിനെ കാണല്, അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിനില്ല എന്ന് ഞാൻ തീരുമാനിക്കണം.
അങ്ങനെ ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഞാന് എന്റെ ജ്യേഷ്ഠൻ മരിച്ചിട്ട് ജ്യേഷ്ഠന്റെ ആപ്പൊന്ന് വന്നില്ലല്ലോ, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ അഞ്ചന്മാരൊന്നും എന്റെ അടുത്തേക്ക് വന്നില്ലല്ലോ എന്നുള്ള ദുഃഖം നമുക്കുണ്ടാവൂല. അവർക്കത് പാടില്ലാത്തത് കൊണ്ടാണ് അവരെന്നെ സന്ദർശിക്കാത്തത് എന്നൊരു ബോധമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇന്നിപ്പോ നമ്മുടെ നാടുകളിലൊക്കെയും ഈ തഅ്സിയത്ത് എന്ന് പറഞ്ഞതൊരു ആചാരം. ആ മരിച്ച വീട്ടുകാര് കുറെ ഭക്ഷണം ഉണ്ടാക്കി, കുറെ കറികൾ ഉണ്ടാക്കി, കുറച്ച് പായസം ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കുക വരുന്നവരെ സ്വീകരിക്കാൻ. പക്ഷെ നമ്മൾ അതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വരുന്നവരെ എന്താ പറയുന്നത്? നമ്മൾ ചെന്ന് നോക്കുമ്പോഴേ ആ വീട്ടിൽ ഒരു മെയിൻറ്റും ചെയ്തില്ല അല്ലേ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാൻ. ഞാനിപ്പോ അടുത്തു മരിച്ചത് ഈ KMICയിലെ കുടുംബമിത്രാദികളിൽ നിന്ന് എന്റെ ഉമ്മേനല്ലോ. ഇപ്പൊ പലവരും എന്റെ ഉമ്മ മരിച്ച തഅ്സിയത്തിന് വേണ്ടി എന്റെ വീട്ടിലേക്ക് വരിക. പക്ഷെ ഞാൻ എന്റെ ഹാലേച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാനിങ്ങനെ ആരെങ്കിലും വരും എന്നൊരു പ്രതീക്ഷയിലൊന്നും ഞാൻ ഇരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ആ നിലയ്ക്ക് എന്റെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ കയറി വന്നു എന്ന് വെക്കുക. എന്താണ് ഈ വന്നവർ പറയാ? എന്താ നമ്മളെ അബൂറയ്യാന്റെ അമ്മ മരിച്ചൊന്ന് ചെന്ന് നോക്കി, അയാൾ അത് ഒരു വിലയും കൽപ്പിച്ചില്ല. അയാൾ അത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ചെന്നപ്പോ ഒരു വെള്ളം തന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്നൊക്കെയും പരാതി പറയുന്ന എത്രയോ സാധാരണക്കാരെ കാണാം. വാസ്തവത്തിൽ അവരുടെ ഇസ്ലാമികമായ ഒരു സുന്നത്തെന്താ, അവരുടെ ഇസ്ലാമികമായ രൂപെന്താ? എന്നെ സമാധാനപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ മരിച്ച വീട്ടുകാരെ സമാധാനപ്പെടുത്താൻ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ച് നമ്മൾ അവരുടെ ചോറും കൂട്ടാനുണ്ടാക്കി കാത്തിരിക്കാൻ പാടില്ല എന്നാണ്. അത് കറാഹത്താണ്. യുക്റഹുൽ ജുലൂസു ലഹാന് കാണാം. തഅ്സിയത്തിന് വേണ്ടി ഈ മരിച്ച വീട്ടുകാർ അതിനും വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. ആരെങ്കിലൊക്കെ വരിക കാലം, അപ്പൊ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്നും വിചാരിച്ച് അതിന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കൽ വാസ്തവത്തിൽ അത് കറാഹത്താണ്. ഈ മരിച്ച വീട്ടുകാർ അവരുടേതായ ജോലിയുമായി മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ബൽ യംബഗി അൻ യൻസരിഫു ലിഹവായിജിഹിം. മരിച്ച വീട്ടുകാർ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ പാടില്ല എന്നാണ്. അവരവരുടെ സാധാരണ ജീവിതവുമായി മുന്നോട്ട് പോവുക. അതിന്റെ ഇടയിൽ ഒരാൾ കയറി വന്നു, തഅ്സിയത്തിന് കയറി വന്നു, അവൻ സമാധാനപ്പെടുത്തി നല്ല മയ്യത്തിന് വേണ്ടി പാപമോചനം നടത്തിപ്പോയി. അങ്ങനെയാണത് സുന്നത്ത്. ഞാൻ പറയുന്നത് എന്റെ ഈ KMICയുടെ ഈ സമയത്തുള്ള മുഴുവൻ ശ്രോതാക്കളോടും ഞാൻ പറയുന്നു. നമ്മളൊരു വീട്ടിൽ ചെന്നു, ഒരു മരിച്ച വീട്ടിൽ ചെന്നു, അവരെ ചെന്ന് നോക്കുമ്പോ പ്രത്യേകമായ ഒരു ഭക്ഷണം ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മളെ മനസ്സിൽ എന്ത് വീട്ടുകാരാ പറ്റങ്ങൾ, എന്ത് സൈസേരാ, വല്ലാത്തൊരു കൂട്ടക്കാര്. ഒരു മരിച്ചിട്ട് 3 ദിവസം ആയിട്ടുള്ളൂ. ആരൊക്കെ വരും? എന്തെങ്കിലും ഒരു പായസമെങ്കിലും ഉണ്ടാക്കിയേക്കണ്ടേ അല്ലേ? ശബ്ദം കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ആർക്കും ഇത് പറ്റുന്നില്ലാന്ന് പറ്റാത്തോളുണ്ടെങ്കിൽ തൽക്കാലം ശബ്ദം ഞാൻ ദേശീയമായിട്ടില്ലല്ലോ, ഒന്നും കാണാല്ലേ. കേൾക്കണൊക്കെ ഉണ്ട്, ഒരാളെങ്കിൽ ഒരാൾ അല്ലേ. നമ്മളിപ്പോ അങ്ങനെ തരിക. അപ്പൊ നമ്മളൊരു മരിച്ച വീട്ടിൽ ചെന്ന് അവിടുന്നൊരു ഗ്ലാസ് പായസം ഒന്നും കിട്ടിയില്ലാന്ന് വെക്കുക. എന്ത് വീട്ടുകാരാ പറ്റങ്ങള്, വല്ലാത്തൊരു സൈസുകള്. ഒരു മരിച്ച വീടല്ലേ, എത്ര ആള് വരെ കയറി വരും. എന്തെങ്കിലും ഒരു വെള്ളം ഉണ്ടാക്കിയേക്കണ്ടേ, ഒരു പായസമെങ്കിലും. ഒരു അരക്കിലോ റവ വാങ്ങിയിട്ട് ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കുക, അത്ര വലിയ ചെലവുണ്ട്. എന്താ നമ്മളെ വലിയ ഉപദേശ. നമ്മളിപ്പോ ബല ഉണ്ടാക്കുകയാണ്. അതായത് ഒരു അരക്കിലോ റവ വാങ്ങിയിട്ടൊരു തരിക്കഞ്ഞെങ്കിലും ഉണ്ടാക്കിക്കൂടെ, ഈ വരുന്ന ആൾക്കാർക്ക് ഓരോ ക്ലാസ് കൊടുക്കാം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നേരെ മറിച്ച് പക്ഷെ നമ്മളെ കൊണ്ടത് സാധിക്കോ ഇല്ലേ, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഒന്നും കൊടുക്കണ്ട എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഇതെല്ലാം ഒരു ആചാരവും ഒരു മാമൂലുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട KMICയുടെ മുഴുവൻ കുടുംബമിത്രാദികളോടും ശ്രോതാക്കളോടും ഇത്തരം സുന്നത്തുകൾ ഒരു ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. ഈ റസൂലുള്ള വളരെയധികം മഹത്വം കൽപ്പിച്ച ഒരു സുന്നത്താണ് ഒരു മരിച്ച വീട്ടുകാരെ തഅ്സിയത്ത് നടത്തുക. അത് അതിൻ്റെതായ അർഹിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരാത്ത രൂപത്തിൽ, ഒരു അന്യപുരുഷൻ അന്യ സ്ത്രീയെ കാണുന്ന രൂപത്തിലുള്ള ഒരു തഅ്സിയത്തും സംവിധാനവും ഒരു ആചാരവും മാമൂലുമായി മാറ്റാതെ
ഇതൊരു ഇസ്ലാമികമായ സുന്നത്താണ്. ഞാൻ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയം, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ എനിക്ക് ഒരു സംഖ്യ ബസ്സിന് ചെലവായിട്ടുണ്ട്, അല്ലെങ്കിൽ വാഹനത്തിന് ചെലവായിട്ടുണ്ട്. ഈ ഒരു തഅസിയത്ത് നടത്തൽ കൊണ്ട് എനിക്കതിന്റെ ഒരു സുന്നത്ത് എന്റെ ജീവിതത്തിൽ കിട്ടണം എന്ന ഒരു അവസ്ഥയിലേക്ക് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയും മാറണം. അതുപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ വീടുകളിലൊക്കെയും വരുന്ന സമയത്ത് ആ മരിച്ച ആ കുടുംബമിത്രാദികളെ, പിന്നെ അവർക്ക് ഒരുപാട് സുന്നത്തുകൾ പറയുന്നുണ്ട്. തഅസിയത്ത് ചെറിയോലിയും വല്യോലിയും എല്ലാവരെയും നടത്തണം, എല്ലാവരുടെ കയ്യും പിടിച്ചിട്ട്. ഏറ്റവും കൂടുതൽ വിഷമം ആരെയാണെങ്കിൽ അവരെ കൊണ്ടാണ് തുടങ്ങേണ്ടത്. ഇപ്പൊ വാപ്പ മരിക്കുമ്പോ ചിലപ്പം ആ വാപ്പ മരിച്ച വ്യക്തിയുടെ മക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമമുള്ളവര്. അപ്പൊ ഏറ്റവും കൂടുതൽ വിഷമം ഉള്ളവരെ നോക്കി അവിടെന്ന് തുടങ്ങണം. അങ്ങനെ ആ മരിച്ച വ്യക്തിയുടെ ബന്ധപ്പെട്ട ഇവനിക്ക് കാണൽ അനുവദനീയമായ, നോക്കൽ അനുവദനീയമായ ആളുകളെ, ഏറ്റവും കൂടുതൽ വിഷമമുള്ളവരെ നോക്കി ആദ്യം തഅസിയത്ത് നടത്തി, പിന്നെ ബാക്കിയുള്ളവരെ തഅസിയത്ത് നടത്തി, അവരുടെ കയ്യ് പിടിക്കാൻ പറ്റിയവരുടെ കയ്യ് പിടിച്ച് അഅളമല്ലാഹു അജ്റക വ അഹ്സന ഗസാഅക വ ഗഫറ ലിമയ്യതിക. അത് പറയണം. എന്താ ദിക്റൊക്കെ ഒന്ന് പഠിക്കാൻ പണി. ഇപ്പൊ എന്തപ്പോ നമ്മള് ഒരു മരിച്ച വീട്ടിൽ കുറെ ചീരിനും വാങ്ങി, 10 കിലോ അലിബിയും വാങ്ങി, കുറെ ആളുകളെയും വിളിച്ചു കൂട്ടി, നമ്മളൊരു ജീപ്പും വിളിച്ച് ബന്ധുപാത്തയിൽ നിന്ന് ഒരാൾ മരിച്ചതാണ്, നമ്മൾ ചെന്നോക്കിയില്ലെങ്കിൽ എന്താ പോൽക്ക് തോന്നുക എന്നൊക്കെയുള്ള ഈ ചിന്തകളൊക്കെയും നമ്മുടെ ഖൽബിൽ നിന്ന് ഒഴിവായി വരണം. അതാണ് ഒരു ഇഖ്ലാസോട് കൂടെയുള്ള പ്രവർത്തനം. ഇതൊരു ജനങ്ങൾ എന്തെങ്കിലും കരുതുമോ, ആൾക്കാരെന്തെങ്കിലും പറയുമോ, കുടുംബമിത്രാദികൾ എന്തെങ്കിലും പറയുമോ എന്നതിന്റെ പേര് ആ ഒരു ചിന്തയിലായിരിക്കരുത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇത് ഹബീബ് പറഞ്ഞൊരു സുന്നത്താണ്, ഇസ്ലാമികമായ ഒരു സുന്നത്താണ്. എനിക്ക് കാണാൻ പറ്റിയവരെ കാണുക, നോക്കാൻ പറ്റിയവരെ കാണുക. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകൾ എത്തണം. അതിനാണ് നമ്മൾ ഈ KMIC-യിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നതും അതിനു വേണ്ടി നമ്മുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലായി നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെയും. ദുന്യവിയായ ഈ ജീവിതത്തിലുള്ള ഓരോ സെക്കൻഡും, ഓരോ ഹറക്കാത്തും, ഓരോ ചലനവും, ഓരോ പ്രവർത്തനവും നാളെ ആഖിറത്തിൽ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടണം. അതുകൊണ്ട് നമ്മുടെ ഇത്തരം സന്ദർഭങ്ങളിൽ മാമൂലുകളും ആചാരങ്ങളും ഒഴിവാക്കി അതിന്റെ ഇസ്ലാമിക വശങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ്, ഏതായാലും ഒരു ഫിഖ്ഹിയായ ക്ലാസിന്റെ സമയമായതുകൊണ്ട് ഇന്നൊരൊറ്റ മസ്അല, കൂടുതൽ ഇരിക്കാൻ സമയമില്ല, വേറെ 1-2 ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരുപാട് തയമ്മുമുമായുള്ള ബന്ധപ്പെട്ട മസ്അലകൾ ചർച്ച ചെയ്തപ്പോ ഒരുപാട് സാധാരണക്കാർ ചോദിച്ച ഒരു സംശയത്തിന് മറുപടി പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ എല്ലാ വിഷയങ്ങളും പഠിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ ഒരു സംശയത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ തയമ്മുമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല പുരുഷന്മാരും ശ്രദ്ധിക്കാത്ത ഒരു മസ്അല ഞാൻ ഉണർത്തുകയാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യുമ്മയ്ക്കും മുറിയായി വളുഇന്റെ ഇടയിലോ അല്ലെങ്കിൽ വളുഇനു പകരമോ തയമ്മം ചെയ്യേണ്ട അവസ്ഥ വരുമ്പോ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ അനുഭവത്തിൽ അത്തരം സന്ദർഭങ്ങൾ പല പ്രാവശ്യം കണ്ടതുകൊണ്ട് ഞാൻ പറയാൻ. നമ്മള് വെള്ളിയാഴ്ച സാധാരണ ജമാഅത്തിന് പോകും പോലെയല്ലല്ലോ. വെള്ളിയാഴ്ചക്കാവുമ്പോ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ പള്ളിയിൽ പോകുന്നവരുണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ വളുഇന്റെ അവയവത്തിൽ തയമ്മം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എന്ന് വെക്കുക. എന്നാൽ പല സാധാരണക്കാരിൽ നിന്നും കണ്ടൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അവര് മുമ്പേ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ പള്ളിയിൽ എത്തുന്നവരായിരിക്കും. അവര് തയമ്മും ചെയ്യും, പക്ഷെ അവര് വീട്ടിൽ നിന്ന് ആ ജുമുഅക്കുള്ള ളുഹ്ർ ബാങ്ക് അല്ലെ, ജുമുഅന്റെ 1-ാം ബാങ്ക് ആവുന്ന ആ ദിവസത്തെ ളുഹ്ർ ബാങ്ക് കൊടുക്കുന്നതിനു മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് തയമ്മൊക്കെ ചെയ്ത് വളൂ ചെയ്ത് തയമ്മം ചെയ്ത് പള്ളിയിലേക്ക് പോകും. അത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം തയമ്മം ചെയ്യുമ്പോ ആ നിസ്കാരത്തിന്റെ സമയം ആയതിനു ശേഷമേ തയമ്മം ചെയ്യാവൂ.
നമ്മൾ ജുമാക്ക് പോകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഒളു ചെയ്ത് തയമ്മം ചെയ്യേണ്ട സമയത്ത് തയമ്മം ചെയ്ത് ജുമാക്ക് പോയാൽ വാസ്തവത്തിൽ അവൻ ചെയ്ത തയമ്മം ജുമുഅന്റെ സമയം ആകുന്നതിന് മുമ്പാണ്. അപ്പൊ ആ തയമ്മം കൊണ്ട് ജുമാ നിസ്കരിച്ചാൽ ജുമാ സഹിയാവൂല. അപ്പൊ ഒന്നിരിക്കെ തയമ്മം ചെയ്ത് ബാങ്ക് കൊടുത്ത് തയമ്മം ചെയ്തതിനു ശേഷം പള്ളിയിലേക്ക് പോവുക, അല്ലെങ്കിൽ നാത്തേകാലത്തെ പള്ളിയിലേക്ക് പോവല്ലോ. പള്ളിക്ക് ഒളു ചെയ്യാൻ സൗകര്യം ഉണ്ടാവും. അതേമാതിരി തയമ്മം ചെയ്യാനുള്ള മണ്ണ് കൈവശം വെക്കേണ്ടി വരും. തയമ്മം ചെയ്യാനുള്ള മണ്ണ് കൈവശം വെക്കേണ്ടി വരും. പള്ളിയിൽ പോയി തയമ്മം ചെയ്യണം. ഞാനിത് പല സാധാരണക്കാർക്കും ഇത്തരം അബദ്ധങ്ങൾ കാണുന്നത് കൊണ്ട് തയമ്മുമായി സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ചില മസലകളായതുകൊണ്ട് ഉണർത്തുകയാണ്. അതുകൊണ്ട് അക്കാര്യം എല്ലാവരും പുരുഷന്മാരാണത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം തയമ്മുമിന്റെ ഒരു നിബന്ധനയാണ് സമയമായെന്നറിയുക. സമയം ആയതിനു ശേഷേ പറ്റൂ, അല്ലാതെ പറ്റൂല. ഇനി ഒരാളിങ്ങനെ സമയമായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിച്ച്, അത് നിസ്കാരവും അങ്ങനെ തന്നെ. അങ്ങനെ ചില സാധാരണക്കാർക്കുണ്ട് അങ്ങനെ നിസ്കാരം. സമയം അയക്കണോ? ആയിട്ടുണ്ടാവേക്കാലം. ഈ ആയിട്ടുണ്ടാവേക്കാലം എന്ന് വെച്ചിട്ട് ചിലവർ നിസ്കരിക്കും. വാസ്തവത്തിൽ അവന്റെ നിസ്കാരം സമയത്ത് ആയിട്ടുണ്ടെങ്കിലും ആ നിസ്കാരം സഹീഹല്ല. എന്തേ കാരണം? സമയമായെന്നറിയൽ അവനിക്ക് ഉറപ്പാവണം. ഇവിടെ നിസ്കാരത്തിന്റെ സമയമായിരിക്കുന്നു എന്ന് അവനിക്ക് ഉറപ്പാവണം. മറിച്ച് ചില സാധാരണക്കാർ സമയമായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചോ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ നിസ്കാരത്തിന്റെ സമയമായിരിക്കുന്നു. പക്ഷെ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് എന്ന് അവനിക്ക് ഉറപ്പില്ല. ആ നിസ്കാരം സഹിയാവൂല. ഇനി നിസ്കാരം കഴിഞ്ഞു വാച്ചിലേക്ക് നോക്കുമ്പോ അവൻ നിസ്കരിച്ച നിസ്കാരത്തിന്റെ സമയം അയക്കണ്. പക്ഷേ അവൻ നിസ്കരിക്കുമ്പോ അവനിക്കത് ഉറപ്പില്ലാത്തത് കൊണ്ട് ആ നിസ്കാരം അവൻ മടക്കി നിസ്കരിക്കണം. എന്നതുപോലെ തന്നെയാണ് തയമ്മുമിന്റെ അവധയും. സമയം ഏത് ഫർള് നിസ്കാരത്തിന് വേണ്ടിയാണോ തയമ്മും ചെയ്യുന്നത്, ആ നിസ്കാരത്തിന്റെ സമയം ആയെന്നുറപ്പായതിന്റെ ശേഷമേ തയമ്മം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ജുമുഅ പോലത്തെ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നതിനു മുമ്പ് വീട്ടിൽ നിന്ന് തയമ്മം ചെയ്ത് പള്ളിയിൽ പോകുന്ന ചില സാധാരണക്കാരെ കാണാം. ആ തയമ്മം നിസ്കാരത്തിന്റെ സമയം ആകുന്നതിന് മുമ്പായതുകൊണ്ട് ചിലപ്പോ ആ തയമ്മം സഹീഹാവാതെ വരും. അത്തരം അപകടങ്ങളിലൊക്കെയും പെട്ട് ജുമുഅക്ക് പോകുമ്പോൾ തയമ്മം ചെയ്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ സാധാരണക്കാരിൽ പലവരും കാണുന്ന ഒരു അബദ്ധമായതുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തിയതാണ്. പലവരും ചോദിച്ചൊരു ചോദ്യം, ഒരാള് ളുഹ്റ് ബാങ്ക് കൊടുത്തതിനു ശേഷം വുളൂ ചെയ്ത് തയമ്മം ചെയ്യേണ്ട രൂപത്തിൽ തയമ്മം ചെയ്ത് അങ്ങനെ അസറിന്റെ സമയമായി. ശ്രദ്ധിക്കണം, പലവരും ചോദിച്ചൊരു ചോദ്യം ആയതുകൊണ്ട് അതൊന്ന് ഉണർത്തുകയാണ്. ളുഹ്റിന്റെ സമയത്ത് അവൻ ഒളുഇന്റെ കയ്യിന്മേലോ അല്ലെങ്കിൽ മുഖത്തോ അല്ലെങ്കിൽ ഒളുഇന്റെ ഏതെങ്കിലും അവയവങ്ങളിൽ വെള്ളം ചേർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം തയമ്മം ചെയ്ത് ഒന്ന് ളുഹ്ർക്ക് ഒളു ചെയ്ത് കൈകൾ നിർബന്ധമായ ഭാഗങ്ങളൊക്കെ കഴുകി തയമ്മം ചെയ്യേണ്ട സമയത്ത് തയമ്മം ചെയ്ത് ളുഹ്റ് നിസ്കരിച്ചു. പക്ഷെ അസ്ർ വരെ ഇവന്റെ ഒളു ഒന്നും മുറിഞ്ഞിട്ടില്ല എന്ന് വെക്കുക. അസ്ർ വരെ ഇവന്റെ ഒളു ഒന്നും മുറിഞ്ഞിട്ടില്ല. അസ്ർ ബാങ്ക് കൊടുത്തപ്പോഴും ആ ളുഹ്ർക്ക് ഉണ്ടാക്കിയ തയമ്മുമിന്നോ അല്ലെങ്കിൽ ഒളു ഇന്നോ യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല എന്ന് വെക്കുക. എങ്കിൽ ഇനി അസ്ർക്ക് വേറെ ഒളു ചെയ്യണോ ചെയ്യണ്ടേ? ഇതാണ് തയമ്മുമായി ബന്ധപ്പെട്ട പലവരും ചോദിച്ച ഒരു സംശയമായതുകൊണ്ട് അവിടെ മസ്അല എന്താണ്? ളുഹ്ർക്ക് ഉണ്ടാക്കിയ ഒളുവും തയമ്മും അത് ബാത്തിലാകുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അസ്ർ വരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി അവിടെ വുളൂഇനെ ആദിക്കെന്ന് മടക്കേണ്ട ആവശ്യമില്ല. ഒരു തയമ്മം ചെയ്താൽ മതി. വുളൂ മുറിയുന്ന കാര്യങ്ങളെ കൊണ്ട് തയമ്മും ബാത്തിലാവും. വുളൂ മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതുകൊണ്ട് തയമ്മും ബാത്തിലാവും. തയമ്മ് വേറെ ചില കാര്യങ്ങളെ കൊണ്ടും തയമ്മം ബാത്തിലാവും. അങ്ങനെ ഉണ്ട്. ചിലപ്പം വെള്ളമില്ലാത്തതിന്റെ പേരിലാണ് തയമ്മം ചെയ്തത്, വെള്ളം കിട്ടാനില്ലാത്തതിന്റെ പേരിലാണ് ഒരാള് തയമ്മം ചെയ്ത് നിസ്കരിച്ചത്.
പക്ഷെ ആ തയമ്മം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ശക്തിയായി മഴ പെയ്തു, അല്ലെങ്കിൽ വെള്ളം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടെ തയമ്മും ബാത്തിലായി. കാരണം ചില നമ്മൾ ചൊല്ലുന്നുണ്ട്, വെള്ളം കണ്ടാ തയമ്മും ബാത്തിലാകുന്നത് പോലെ. അപ്പൊ ഒളൂ മുറിയുന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും തയമ്മും ബാത്തിലാകും, വേറെ ചില കാര്യങ്ങളെ കൊണ്ടും തയമ്മും ബാത്തിലാവും. അപ്പൊ ളുഹ്ർക്ക് അവൻ ഒളൂ ഉണ്ടാക്കി തയമ്മം ചെയ്യേണ്ട രൂപത്തിൽ തയമ്മം ചെയ്തു, ഓൻ ളുഹ്ർ നിസ്കരിച്ചു. അസർ വരെ ഒളൂ മുറിയുന്ന കാര്യങ്ങളോ തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി അസർ നിസ്കരിക്കാൻ അവൻ എന്തു ചെയ്താൽ മതി? ഈ ഒളൂ ആദിക്കന്നു ചെയ്യേണ്ട ആവശ്യം ഇല്ല, തയമ്മും മാത്രം മടക്കി ചെയ്താൽ മതി. നേരെ മറിച്ച് ളുഹ്ർ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ഒളൂ മുറിയുന്ന ഒരു കാര്യം അവനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അസർ ബാങ്ക് കൊടുത്തതിനു ശേഷം തയമ്മും മാത്രം ചെയ്താൽ പോരാ, പിന്നെ എന്തുകൂടി വേണം? ഒളൂഉൻ ചെയ്യണം. അവരെ ആ ളുഹ്ർക്ക് ചെയ്ത അതേ രൂപത്തിൽ, അഥവാ അസർ ബാങ്ക് കൊടുത്തതിനു ശേഷം ഒളൂ ചെയ്ത് ഏത് അവയവത്തിന് വേണ്ടിയാണോ തയമ്മം ചെയ്യുന്നതെങ്കിൽ ആ അവയവം കഴുകേണ്ട സമയമാകുമ്പോൾ തയമ്മം ചെയ്ത് ആ അവയവത്തിൽ നിന്ന് കഴുകാൻ സാധിക്കുന്ന അത്ര കഴുകി എന്ത് വേണം? അവൻ വീണ്ടും ഒളൂഓട് കൂടെ തയമ്മം ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ളുഹ്ർക്കുണ്ടാക്കിയ ഒളൂഇന് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ലെങ്കിൽ അസ്വർക്ക് അവൻ തയമ്മം മാത്രം മടക്കി ചെയ്താൽ മതി, ഒളൂ പിന്നെ രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും സാധാരണക്കാരറിയിച്ച് പ്രത്യേകമായി ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. കാരണം ആക്സിഡന്റ്, അപകട മരണങ്ങളൊക്കെയും അധികരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും സാധാരണക്കാരു ശ്രദ്ധിക്കാത്ത ഒരു മസ്അല കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. കാരണം ചിലപ്പം ചില വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തിട്ട് മരിച്ചവരുണ്ടാകും, തുന്നിത്തതിന് ശേഷം മരിച്ചവരുണ്ടാവും, ചിലപ്പം മരിച്ചതിനു ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് വീണ്ടും തുന്നി മരിച്ചവരുണ്ടാകും. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു മസ്അലയുണ്ട്. ഒരു വ്യക്തി മരിക്കുന്നതിനു മുമ്പാണ് അവനെ ഓപ്പറേഷൻ ചെയ്തു, ആ ഓപ്പറേഷത്തിന് വേണ്ടി ശരീരത്തിൽ നിന്ന് പൊലിച്ച ഭാഗം തുന്നിയതിനു ശേഷമാണ് അവൻ മരിച്ചത് എങ്കിൽ ആ തുന്നിനു വേണ്ടി മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ തയമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ചു മരിച്ചതിനു ശേഷം ഒരു വ്യക്തിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയോ അതല്ലെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കീറുകയോ ചെയ്തു, മരണത്തിനു ശേഷമാണ് അത് തുന്നിയത് എന്ന് വെക്കുക എങ്കിൽ അവരെ മരണത്തിനു ശേഷം കഴുകൽ നിർബന്ധമായ ശരീരത്തിന്റെ അല്പഭാഗം തുന്നൽ കാരണം ഉള്ളിൽ പെട്ടതുകൊണ്ട് ആ കഴുകൽ നിർബന്ധമായ ഭാഗം തുന്നൽ കാരണം ഉൾഭാഗത്ത് പെട്ടതുകൊണ്ട് അവിടെ വെള്ളം നനക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യം വരുമ്പോൾ ആ മയ്യത്തിനു തയമ്മം ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും സാധാരണക്കാരു ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമായതുകൊണ്ടും ഞാൻ ആ ഭാഗം ഒന്ന് ഉണർത്തിയതിനു മാത്രം. മരിക്കുന്നതിനു മുമ്പേ ഓപ്പറേഷൻ ചെയ്തതാണ്. ആ തുന്ന് മാംസത്തിന്റെ കുറച്ചു ഭാഗം തുന്നിന്റെ ഉൾഭാഗത്ത് പൊറ്റിട്ടുണ്ട്. അവൻ മരിക്കുന്നതിന് മുമ്പാണ്, അപ്പൊ അവരെ കൈകൾ നിർബന്ധമില്ല. നേരെ മരിച്ചതിനു ശേഷമാണ് തുന്നൽ സംഭവിച്ചത്. അപ്പൊ ആ തുന്നൽ കാരണം മരിച്ചതിനു ശേഷം കഴുകൽ നിർബന്ധമായ ശരീരത്തിന്റെ ചില്ലറ ഭാഗം, ആ തുന്നിന്റെ ഉൾഭാഗത്തേക്ക് പോയ ഭാഗം, അത് കഴുകൽ നിർബന്ധമായ ഭാഗത്തിൽ പെട്ടതായിരുന്നു. പക്ഷേ മരിച്ചതിനു ശേഷം അവൻ തുന്നൽ സംഭവിച്ചതുകൊണ്ട് ആ കഴുകൽ നിർബന്ധമായ ഭാഗം നനയാതെ പോകുന്നുണ്ട്. ആ നനയാത്ത ഭാഗത്തിന് വേണ്ടി തയമ്മം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഇത്തരം കാര്യങ്ങളിൽ തയമ്മുവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ ശ്രദ്ധിക്കാത്ത പല മസ്അലകളും ഇനിയും ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തി തയമ്മുമിന്റെ നിയ്യത്ത് എല്ലാ സാധാരണക്കാരോടും ഞാൻ പറയുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലൊക്കെ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നത് കാണുമ്പോൾ വെറുതെ ഒരു ചോദ്യം ഒരു സാധാരണക്കാരോട്, അല്ല നിങ്ങൾ തയമ്മം ചെയ്ത് നിസ്കരിക്കണല്ലേ
എന്താ നിങ്ങൾ നിയ്യത്ത് വെക്കുന്നത്? പക്ഷെ പലവരും ഒരു കൂടുതലൊന്നും മദ്രസകളിലേക്ക് പോവാത്ത, അല്ലെങ്കിൽ ഒരു ദീനിയായ മസ്അലകളിലേക്ക് ശ്രദ്ധിക്കാത്ത പലവരും പറയും, അതിപ്പോ എന്താ, തയമ്മും എന്ന ഫർളിനെ വീട്ടല്ലേ ഞാൻ കരുതി, അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഉയർത്തല്ലേ ഞാൻ കരുതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നവരുണ്ടാവും. അപ്പൊ നമ്മളൊന്ന് പറയാ, തയമ്മുമിന്റെ അവിടെ അങ്ങനെ നിയ്യത്ത് വെക്കാൻ പറ്റൂല. അത് ഈ ക്ലാസ് കേട്ടവർ, ഇത് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കാം, പക്ഷെ ഈ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ശ്രദ്ധ. ഒരാള് തയമ്മം ചെയ്ത് നിസ്കരിക്കുന്നത് കാണുമ്പോ അവനൊരു സാധാരണക്കാരനാണ്, അവൻ കൂടുതലൊന്നും മദ്രസയിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ ദീനിയായ മസ്അലകളൊന്നും പഠിച്ചൊരു വ്യക്തിയല്ല. ഒന്ന് ചോദിച്ചു നോക്കുക, എന്താ നമുക്ക് ചോദിക്കണമെന്ന്? നമ്മുടെ അയൽവാസി തയമ്മം ചെയ്ത് നിസ്കരിക്കുന്ന കണ്ട് ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ചെന്നിങ്ങനെ ഒന്ന് ബന്ധപ്പെടുക, അല്ല എന്താ തയമ്മം ചെയ്യുന്നു? അതിങ്ങനെ കയ്യും ഒരു മുറിയുണ്ട്, ഈ മുറി കാരണം വെള്ളം നനക്കാൻ പറ്റൂല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണം, അപ്പൊ ഞാൻ തയമ്മം ചെയ്തതാ. വെറുതെ ഒന്ന് ചോദിച്ചാൽ മതി അയാളോട്, നിങ്ങളിപ്പോ എന്താ ആ തയമ്മ എപ്പോഴാ ചെയ്തത്? ചില മിക്ക ആളുകളും പറയുന്നത് അതൊക്കെ എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം. എത്രയോ സാധാരണക്കാര് കയ്യുമ്മ മുറിയായതിന്റെ പേരിൽ തയമ്മം ചെയ്യുന്ന ആളുകൾ തന്നെ വുളൂഇൽ കാലും കഴുകി കഴിഞ്ഞതിനു ശേഷം തയമ്മം ചെയ്യുന്നവരുണ്ട്. ഒരുപാട് സാധാരണക്കാര്. അത് നിങ്ങൾ ബന്ധപ്പെടുമ്പോ, ഒരു സാധാരണക്കാരൻ അത്തരം അമലുകൾ ചെയ്യുമ്പോൾ ഒന്ന് ബന്ധപ്പെടുമ്പോഴാണ് ഈ അബദ്ധം മനസ്സിലാവുക. അപ്പൊ ഇങ്ങനെ എപ്പോഴാ തയമ്മം ചെയ്തത് എന്ന് പറയുമ്പോ അവൻ പറയും കാലൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് തയമ്മം ചെയ്തു. അപ്പൊ നിങ്ങൾ എന്തിനാണ് തയമ്മം ചെയ്യുന്നത്? അതിങ്ങനെ കയ്യിന്റെ ചെറിയ വിരലിന്റെ എല്ല് പൊത്തി അവിടെ പ്ലാസ്റ്റിക്, അപ്പൊ അതിന് വേണ്ടിയിട്ടാ തയമ്മം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കണം, സുഹൃത്തെ, അവിടെ നീ കയ്യിന്റെ വിരലുമ്മ വെള്ളം ചേർക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ് തയമ്മം ചെയ്യുന്നതെങ്കിൽ ആ തയമ്മം ചെയ്യേണ്ടത് മുഖം കഴുകി കഴിഞ്ഞ് തല തടയുന്നതിന്റെ മുമ്പാണ് ആ തയമ്മം ചെയ്യേണ്ടത്, അല്ലാതെ കാലും കഴുകി കഴിഞ്ഞതിനു ശേഷം അല്ല എന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കൂടുതൽ കിതാബോധി പഠിക്കേണ്ട. നമ്മുടെ KMIC-യിൽ നിന്ന് കേൾക്കുന്ന ഇത്തരം ക്ലാസുകളിലൂടെ തന്നെ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് തയമ്മം ചെയ്യുമ്പോ എന്താണ് ഇത് നിയ്യത്ത് വെച്ചത്? പല സാധാരണക്കാരും പറയും തയമ്മും എന്ന ഫർളിനെ വീട്ടല്ലേ ഞാൻ കരുതി എന്നാണ് ഞാൻ നിയ്യത്ത് വെച്ചത് എന്ന് പറയും. അപ്പൊ പറയാ, ഹബീബെ, തയമ്മം ചെയ്യുമ്പോ നമ്മൾ വുളൂഇന്റെ നിയ്യത്തിന്റെ മാതിരി വുളൂ എന്ന ഫർളിനെ വീട്ടല്ലേ ഞാൻ കരുതി, അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഉയർത്തല്ലേ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കും പോലെ തയമ്മും ഇന്ന് നിയ്യത്ത് വെക്കാൻ പാടില്ല എന്ന് നമ്മളൊന്ന് വെറുതെ ഒരു വിവരാന്വേഷണം, ഒരു കുശലാന്വേഷണത്തിന്റെ ഭാഗമായി അവൻ ചെയ്യുന്ന ഒരു പ്രത്യേകമായ അമലിൽ ഒരു സാധാരണക്കാരനോട് ചോദിക്കുമ്പോ അവന്റെ ഒരു അമൽ സഹിയാക്കാൻ നമുക്ക് സാധിക്കും. അവൻ ഇനി മറ്റൊരാൾക്ക് അവന്റെ അനുഭവത്തിൽ വന്ന ഒരു തെറ്റ്, ഒരു അപാകത വ്യക്തമായി മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുമ്പോ അവന്റെ ജീവിതത്തിൽ എന്നും അത് ഓർമ്മ ഉണ്ടാവും. ഞാൻ ഇങ്ങനെ തയമ്മം ചെയ്ത് നിസ്കരിക്കുമ്പോ അന്ന് എനിക്ക് ഒരാൾ പറഞ്ഞു മനസ്സിലാക്കി തന്നൊരു മസ്അലയാണ്, അവന്റെ ജീവിതത്തിൽ മറക്കാത്തൊരു മസ്അലയായിരിക്കും. അവൻ ഇനി മറ്റൊരാള് തയമ്മം ചെയ്യുമ്പോ സ്വാഭാവികമായും ഈ വ്യക്തിക്കൊരു ഉന്മേഷം വരും. ഞാൻ അന്ന് തയമ്മം ചെയ്ത് നിസ്കരിക്കുമ്പോ എനിക്ക് ഒരാൾ ഇങ്ങനെ ഒരു മസ്അല പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ആ സുഹൃത്ത് ആ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയാണാവോ, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അവൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അങ്ങനെ ഇൽമ അങ്ങനെ പോയി അത് ചിലപ്പം ഖിയാമത്ത് നാൾ വരെ അവനിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വേറൊരാള് അങ്ങനെ പറഞ്ഞു മനസ്സിലായി. അതാണ് നാഫിയ ഇൽമ്. അത് ചിലപ്പം KMIC-യിൽ നിന്ന് ഈ മസ്അല കേട്ട ഒരാളായിരിക്കും ആ പറഞ്ഞു കൊടുക്കലിന് തുടക്കം കുറിച്ചിരിക്കുക. പക്ഷെ അതങ്ങനെ മറ്റൊരാളിലേക്ക് എത്തുന്നു. അവരുടെ ഇബാദത്തുകളൊക്കെയും സഹിയാവുന്നു. അവരുടെ ഇബാദത്തുകളൊക്കെയും എന്താവുന്നു? സഹിയാവുന്നു. അപ്പോ അതിന്റെ ഒരു ഉപകാരം ഈ KMIC-ക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് കിട്ടും. ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഒരുപാട് സാധാരണക്കാർക്ക് തയമ്മുമിന്റെ നിയ്യത്തിന്റെ വിഷയത്തിൽ തയമ്മം ചെയ്യേണ്ട സമയം ഒരുപാട് സാധാരണക്കാരിൽ ചിലപ്പം കയ്യിന് വേണ്ടിയുള്ള തയമ്മം കാലും കഴുകി കഴിഞ്ഞ് തയമ്മം ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരെ കാണാം. ഇങ്ങനത്തെ അപാകതകൾ
ഒരുപാട് വ്യക്തികൾക്ക് സംഭവിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കി ഇൻഷാ അള്ളാ ഇനിയും ഇത് സംബന്ധമായി പല സാധാരണക്കാർക്കും സംശയങ്ങൾ ഉണ്ടായേക്കാം. ഓരോ സന്ദർഭങ്ങൾ വരുമ്പോ ഏതായാലും എനിക്കൊരു തയമ്മം ചെയ്യേണ്ട ഒരു സന്ദർഭം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാനത് വിവരമുള്ളവരോട് എങ്ങനെയൊക്കെയാണ് ഈ തയമ്മത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെങ്കിലും ചോദിക്കാനുള്ള ഒരു താല്പര്യം ഇത്തരം ക്ലാസുകളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് വേറെ ഒന്ന് രണ്ട് ചുറ്റുപാടുകൾ ഉണ്ടായതുകൊണ്ട് ആരും ഉസ്താദുമാരൊന്നും ക്ലാസ് ഷെഡ്യൂളായി കൊണ്ടുപോവേണ്ട ഉസ്താദുമാരൊന്നും ക്ലാസ് റൂമിലില്ല. സമയം ഇഷ്ടം പോലെ ഉണ്ട് എന്നറിയാം. എങ്കിലും മറ്റു ചില ചുറ്റുപാടുകൾ ഉണ്ടായതുകൊണ്ട് തുടരുന്നില്ല. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമ്മുടെ KMICയെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ ഒരു മന്ദഗതി അല്ലേ മെഹബൂബ് അലി ആജിക്ക ക്ലാസ് റൂമിൽ എന്തോന്നല്ലേ ഒരു ചെറിയൊരു മന്ദഗതി നമ്മുടെ ഓൺലൈൻ രംഗത്ത് സംഭവിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. എന്തോന്നറിയില്ല. രാത്രി സമയത്തൊക്കെയും എന്തെങ്കിലൊക്കെ വലിയ സമ്മേളനങ്ങളൊക്കെ ആണെങ്കിൽ കുറെ ആളുകൾ കയറി വരുന്നുണ്ട്. അല്ല ഒരു സാധാരണ പരിപാടി ആണെങ്കിൽ തന്നെ 500-600 ഐഡിയകളൊക്കെ വൈകുന്നേരത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും കാണാനില്ല. ഒരുപാട് സജീവമായിരുന്ന ഒരുപാട് ഐഡിയകളെ കാണാതായിട്ടുണ്ട്. അവരൊന്നും മരിച്ച വിവരമൊന്നും കിട്ടിയിട്ടില്ല. ചിലപ്പം ജോലി തിരക്കിന് ഇടയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിക്കണം. നമ്മുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഈ അധ്വാനം നമ്മളെ ഈ ദുന്യവിയായ ജീവിതം നമ്മൾ ഏറിക്കഴിഞ്ഞാൽ ഒരു 70-80 കൊല്ലം അല്ലേ, അതിലധികം ഒന്നും ഇപ്പൊ നമ്മളാരും ജീവിക്കൂല. പക്ഷെ കാലാകാലം ജീവിക്കേണ്ട ആഖിറത്തില് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് നമ്മുടെ നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഒക്കെ വിഷയങ്ങൾ എല്ലാവരുടെ കുടുംബത്തിലും തയമ്മുമും അതൊക്കെയും ബന്ധപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട KMICയുടെ ശ്രോതാക്കളോട് രാവിലെ ഒന്നും ക്ലാസ് കേൾക്കാൻ സൗകര്യമില്ലെങ്കിൽ നമ്മളെ അത്യാവശ്യമുള്ള ക്ലാസ്സുകളൊക്കെ KMICയുടെ സൈറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാങ്ങി കേട്ട് ഞാനൊരു സന്തോഷം പറയാണ്. ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ നേരിട്ട് വിളിച്ച് ഞാൻ എന്റെ ഭാര്യയോട് ഒരു ഖത്തം ഓതാൻ വേണ്ടിയിട്ട് അബൂറയ്യ ഉസ്താദിന്റെ അമ്മാരുടെ പേര് ഖത്തം ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പലവരും ഓരോ ഖത്തം ഏറ്റെടുത്തവരാണ്. ഞാനൊരു അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ്. 1 ജുസും 2 ജുസും എന്നല്ല, ഭൂരിപക്ഷം ആളുകളും ഓരോ ഖത്തം ഏറ്റെടുത്തവരാണ്. അതിലൊരുപാട് സഹോദരന്മാര് ഭാര്യന്മാർക്ക് വിളിച്ച്, കാരണം അവർക്ക് ഉപകരിക്കുന്ന പല മസ്അലകളും ഈ KMICയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ KMICയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ അവകാശപ്പെടുകയാണ്. അതിന്റെ സന്തോഷം അവര് നന്ദിയായി ഖത്തമോദിയിട്ടും ദിക്റ് ചൊല്ലിച്ചൊക്കെയും അവര് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല അതൊക്കെയും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ ക്ലാസ് റൂമിൽ പുതിയതായി കടന്നു വന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. എത്രയോ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. സുബൈർ അദിവാരം എന്ന് പറയുന്ന ഒരു വ്യക്തി കുവൈറ്റിലുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ വിളിച്ച് നമ്മളെ KPA കരീം സാഹിബിന്റെ ഒക്കെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. സുബൈർ അദിവാരം മൂപ്പരെന്നൊരു വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാനിപ്പോ അടുത്താണ് KMICയുടെ ശ്രോതാവായത്. ഒരു 2-3 മാസമായി. ഞാൻ KMICയുടെ ഒരു അങ്ങോട്ടം കിട്ടാൻ എന്താ കാത്തുകയാണ്. 30 അംശം. അപ്പൊ KMICയിൽ അങ്ങനെ SYSന്റെ SSFന്റെ മെമ്പർഷിപ്പിന്റെ മാതിരി അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഒന്നുമില്ല. ഐഡിയ ഉണ്ടെങ്കിൽ ഐഡിയത്തിരുന്ന് കേൾക്കുക, റേഡിയോ വൈക്കാണെങ്കിൽ റേഡിയോ വൈക്ക് കേൾക്കുക. അപ്പൊ അവരൊക്കെ വളരെ സന്തോഷത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ ക്ലാസ് റൂമിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പുതിയ ശ്രോതാക്കളോട് പറയുന്നു, ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ ഒരുപാട് മസ്അലകൾ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പായി വിശദീകരിച്ച ക്ലാസുകളൊക്കെയും ഇനിയും അത് ആവർത്തിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കേൾക്കാത്ത ഒരുപാട് ശ്രോതാക്കൾ പുതുതായി കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അത്തരം വിഷയങ്ങൾ ഇനിയും ആവർത്തിക്കുമ്പോൾ സ്ഥിരം ശ്രോതാക്കൾക്ക് അതൊരു പ്രയാസമാകുമെന്ന നിലയ്ക്ക് ഞാൻ ആവർത്തിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മുടെ ഇബാദത്തുകളിലുള്ള തകരാറുകൾ തീർത്ത് നമ്മുടെ ആകെ 5 വഖത്ത് നിസ്കാരാണ് ഇപ്പൊ നമുക്കുള്ള ഒരു അമല്. ഒരു
റമദാൻ മാസം വരുമ്പോൾ 30 ദിവസത്തെ നോമ്പും, പിന്നെ സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ളവൻ സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുന്നു. ആകെ നമ്മുടെ ആഖിറത്തിലേക്ക് നമുക്കുള്ള ഒരു അമല് 5 വക്ത് നിസ്കാരം. ആ 5 വക്ത് നിസ്കാരം തന്നെ വേണ്ടതുപോലെ സഹീഹാവാത്തൊരവസ്ഥയാണെങ്കിൽ 4 ആഖിറത്തിൽ നമ്മൾ കൈ മലർത്തേണ്ടി വരും. അള്ളാഹു അങ്ങനത്തെ ഒരു ദുഃഖിക്കുന്ന അവസ്ഥയിൽ നിന്ന് 4 ആഖിറത്തിൽ നമ്മെ രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ എന്ന് എന്റെ പുതിയ ശ്രോതാക്കളോട് സാന്ദർഭികമായി ഉണർത്തി തൽക്കാലം ദുആ വസിയത്തോടുകൂടെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ശുക്രൻ യാ ഉസ്താദ്, ജസാക്കല്ലാഹു ഖൈറൻ ജസാ യാ ഉസ്താദിന. ഇൻഷാല്ലാഹ് ദേശം 1 മണിക്കൂർ അടുത്തായി ഉസ്താദ് നല്ല വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട മസലപരമായ ചർച്ചകൾ, നല്ല നല്ല കാര്യങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകുമാറാട്ടെ. ഉസ്താദിന്റെ ജോലിയിൽ ഇൽമിന് അല്ലാഹു ബർക്കത്ത് നൽകുമാറാട്ടെ. നമ്മൾ ഈ പഠിതൊക്കെ വിഷയങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സമയം ചെലവഴിക്കുന്നതിനുള്ള കാര്യമുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ കഴിയുന്നവർ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. അല്ലാത്തവർ നമ്മുടെ സൈറ്റിൽ കയറിയാൽ, ഇപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സൈറ്റിലെ എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്തിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും കേൾക്കുക. ഉസ്താദിൻ്റെ ക്ലാസ്സൊക്കെ നാം എല്ലാവരും നിർബന്ധമായി കേൾക്കേണ്ട ക്ലാസ്സുകളാണ്. നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ, നമുക്ക് നിശ്ചയില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഉസ്താദിൻ്റെ ക്ലാസ്. അതുകൊണ്ട് എല്ലാവരും ആ ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക. റേഡിയോ ശ്രോതാക്കൾ നിങ്ങൾക്ക് സൈറ്റിൽ പോയ www.sunni-online-radio-sunni-online-class.com എന്ന് മൊബൈലിൽ അടിച്ചാൽ നിങ്ങൾക്ക് ആ ക്ലാസ് കേൾക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇനി ഒരുപാട് കാലം നമ്മോടൊപ്പം ക്ലാസ് റൂമിൽ ഒരുമിക്കാനും നല്ല നല്ല ഉപദേശങ്ങൾ തരാൻ കേട്ട് കേൾക്കാൻ നമുക്കും ഉസ്താദിന് അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം ഉസ്താദിന്റെ ഉമ്മ മരിച്ച ഖത്തമ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി ആരെങ്കിലും ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് എല്ലാവരും ഏറ്റെടുക്കണം. നമുക്ക് ഉസ്താദി പഠിപ്പിച്ചു തരുന്ന ഇൽമിന് പകരമായെങ്കിലും നമ്മളത് ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓതാൻ ശ്രമിക്കണം. ഇപ്പം അൽഹംദുലില്ലാഹ് 89 ഖത്തമായിട്ടുണ്ട് ഒരു ജ്യൂസും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് 100 തേക്കണം. അത് കാര്യം എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് കഴിയുന്നവരും വീടുകളിലൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുത്ത് ഓതാൻ ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ പറയാനുള്ളത്, ഇന്ന് നമ്മുടെ മീലാദ് ഫെസ്റ്റ് ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ത്യൻ ടൈം 4 മണിക്കാണ് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ റൂം സജീവമാക്കുക. അതുപോലെ പിന്നെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന സ്വലാത്ത്, അത് നിങ്ങൾ ഇനിയും ചൊല്ലാൻ ആരും ബാക്കിയുണ്ടാവില്ല എന്ന് കരുതുന്നു. എല്ലാവരും അത് ചൊല്ലിക്കൊണ്ട് ഹബീബിനോടുള്ള ഹുബ്ബ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചൊല്ലി നമ്മുടെ ഖൽബെല്ലാം ശുദ്ധി ആക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്നുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്നുള്ള സ്വലാത്താണ് നമ്മൾ ചൊല്ലാൻ പറഞ്ഞിരുന്നത്. അത് നിശ്ചയുള്ളവർ അത് ചൊല്ലുക, ഇല്ലാത്തവർ നിശ്ചയുള്ള സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എണ്ണം വെക്കുക. ഇൻഷാ അല്ലാഹ് വാട്സപ്പ് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അത് അറിയിക്കാൻ ഈ മാസം ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ആവും അതിൻ്റെ ദുആ ഉണ്ടാവുക. വാട്സപ്പ് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നാട്ടിലെ നമ്പറുണ്ട്, അത് അറിയിക്കാനുള്ള നമ്പർ 0919333368998. ഈ നമ്പറിൽ നിങ്ങൾ അത് എണ്ണ അറിയിക്കുക. ലാസ്റ്റ് അറിയിച്ചാൽ മതി. ഇപ്പോൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ കണക്ക് വെച്ച് ലാസ്റ്റ് അറിയിച്ചാൽ മതി. ഒന്നുകൂടിയും പറയും, നമ്പർ 9633368998. ഈ നമ്പറിലാണ് അറിയിക്കേണ്ടത് വാട്സപ്പ് ശ്രോതാക്കൾ. പക്ഷേ നമ്മുടെ ക്ലാസ് റൂമിലുള്ളവർക്ക് പിന്നീട് ഐഡിയ ഞങ്ങളോട് പറയും, അപ്പോൾ അതിൽ അറിയിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും നമ്മളെല്ലാം സ്വീകരിക്കുമാറാട്ടെ. എല്ലാ തെറ്റുകളും നമ്മളിന്ന് വന്നു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.